ജയിക്കുള്ളൂ അല്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? അത് ഒരു 10 കൊല്ലം അദ്രാമൻ ജയിച്ചു പോയി ഇവിടെ. ഇവിടെ നമുക്ക് കുടിവെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല, ഇന്ന് വരെ തന്നില്ല. താനൊരു കുടിവെള്ളം പ്രസിഡന്റ് തന്നില്ല. അദ്ദേഹം 2500 കോടി രൂപയുടെ കഴിഞ്ഞ 10 വർഷമായി വികസനങ്ങൾ താനൂർ നേടിത്തന്ന പറയുന്നത്. അയാൾ തന്നൊന്നും ഇവിടെ പറയാമെന്നല്ല, നമുക്ക് ചെയ്യുന്നില്ല, വെള്ളം കൂടി തന്നിട്ടില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ 6 ബാറുണ്ട്. ഞങ്ങൾ കടപ്പുറത്തുള്ള 6 ബാറിൻ്റെ പണി കുറേ ഇനി എടുക്കാനുണ്ട്. അതും ഞങ്ങൾ അണ്ടത്താണി കൊണ്ടായതാണ്. അണ്ടത്താണി കൊണ്ടായി പകുതി കിട്ടപ്പോൾ തോറ്റി. പിന്നെ അയാൾ എടുത്തിട്ടില്ല. പിന്നെ അദ്രാമാനാണ് ജയിച്ചത്. നമ്മളയാൾ കുറ്റമല്ല. ഇവിടെ ആൾക്കാർ അയാളോട് പൈസ വാങ്ങി അയാളിപ്പോൾ ഇവിടുന്ന് വിറ്റി. അയാൾ പേടിച്ച് പോയതാണ് ഇവിടുന്ന്. ഞാളിഞ്ഞ അയാളെ കൂടെ പോകില്ല കായ്ക്ക്. പേടിച്ച് അയാൾ പോയതാണ്. അമ്മാതിരി ഇതാണ് അയാൾ ചെയ്തത്. പിന്നെ അയാൾ ഇനി ജയിക്കൂല ഇവിടെ നിന്നാൽ തന്നെ. അത് കണ്ടോ അയാൾ തിരൂരിന്ന് ജയിക്കൂലേ? തിരൂരിന്ന് ജയിക്കൂല അയാൾ. അദ്ദേഹത്തിൻ്റെ നാടല്ലേ? ഇവിടെ 22 കൊലക്ക് അയാൾ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ ഈ ബോട്ട് മറിഞ്ഞേരി അതിലായി ഉത്തരം പറഞ്ഞേക്കാൾ അതിൽ വ്യക്തിപരമായിട്ട് അബ്ദുറഹ്മാൻ എന്താ ബന്ധമുള്ളത്? അതിൽ അബ്ദുറഹ്മാൻ്റെ ആൾക്കാർ ഇയാളെ സമ്മതം കൊണ്ടാണ് അത് ചെയ്തത്. അതിൻ്റെ ജയ്സൻ്റെ അബ്ദുറഹ്മാൻ്റെ കീഴിലാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അതങ്ങനെ വല്ല. അതുമല്ല, ആ നഷ്ടപരിഹാരി ആൾക്കാർ മരിച്ചത് മറ്റേ സൂക്കേടി കിടന്നവർക്ക് ഇവർ സഹായിക്കാമെന്ന് മതി. കൊടുത്തില്ല, ഇന്ന് വരെ 5 പൈസ കൊടുത്തില്ല. പാവം അതെല്ലാം ചെന്ന് നോക്കേണ്ടതാണ്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഇല്ലാന്ന് അറിയാം അവരുടെ സ്ഥിതി എന്താണ്. പാവങ്ങളെ അത്ര കഷ്ടപ്പെട്ടാണ് ഇപ്പോഴും ജീവിക്കണവർ. അവരെ മരുന്നും അവരെ ചിലവാണ് ഇപ്പോൾ കഴിയുന്നത്. അത്ര വലിയൊരു പാവ കുടുംബത്തിൻ്റെ കഥാണിത്. 22 കൊലാണ് അയാൾ നടത്തിയത്. അയാൾ സംബന്ധിച്ച് അയാൾ ചെയ്യില്ല, അതാരാലും ഞാനും ചെയ്യില്ല. ചെയ്തകളെ കൊണ്ട് ചെയ്യിച്ചത് അയാളാണ്. അതിനെല്ലാം കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കെടുകാര്യാവസ്ഥ കൊണ്ട് വന്നു പോയതാണല്ലേ? വന്നു പോയത്. അങ്ങനെ അയാൾ അങ്ങനെ ചെയ്തു പോയതാണ്. ചെയ്തുകൊണ്ട് അയാൾ ഇവിടുന്ന് മാറി. അത് ഏറ്റെടുത്തില്ല അയാൾ. അതാണ് നമുക്ക് ഭയങ്കര ആ ഒരു ഭീതി കൊണ്ടാണോ താനൂരിൽ നിന്ന് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത്? അതിൻ്റെ ഒരു പേടിയുണ്ട് അയാൾക്ക്. പിന്നെ ഇവിടെ നിന്നാൽ അയാൾ ജയിക്കില്ല. ആദ്യത്തത് അയാൾ മറ്റേ 7000 ചില്ലാനം വോട്ടിക്ക് ജയിച്ചാൽ. അങ്ങനത്തെ പിന്നെ പിറകെ ഫിറോസിൻ്റെ ഇതിൽ അയാൾ ആകെ 900 ചില്ലാനം വോട്ടിൽ ജയിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പം തന്നെ ഒരു 500 വോട്ട് കിട്ടും പറഞ്ഞാൽ അയാൾ തോറ്റില്ലേ. അപ്പം അയാൾക്ക് ഓർമ്മ ഇത് പിടിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അയാൾ പോകും എന്ന് ഉറപ്പ് കണ്ടപ്പോൾ അയാൾ ഇവിടുന്ന് വിട്ടതാണ്. എല്ലാം വിട്ടില്ല അയാൾ ഇവിടുന്ന് തോക്കും, തീർച്ചയായിട്ടും തോക്കും. പിന്നെ മൂപ്പത്തിൽ ലാറിയാണ്. ലാറി KT ജലീലിലൊക്കെ ഉള്ള ലോറി പോയി എടുക്കും, കഴിക്കില്ല.